നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഗോട്ട് അതാരാണ്? ഫുട്ബോൾ പ്രേമികൾക്ക് ആറ്റമില്ലാത്ത തർക്കത്തിനൊരു വിഷയമാണത്. പലരും മെസ്സി എന്ന് പറയും, അതുപോലെ ക്രിസ്ത്യാനോ എന്ന് പറയും, ഇനിയും ചിലർ പെലെയാണെന്ന് പറയും, അല്ല മറഡോണയാണെന്ന് പറയുന്നവരുണ്ട്, യോഹാൻ ക്രൈഫിൻ്റെ പേര് പറയുന്നവരുണ്ട്. ഇങ്ങനെ തർക്കങ്ങൾ ഒരു ഭാഗത്തുണ്ട്. എന്തായാലും ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും അധികം കിരീടം ചൂടിയ താരം അത് ലിയോ മെസ്സിയാണ്. ഏറ്റവും അധികം ബാലൻഡ്യൂർ നേടിയ താരം അത് ലിയോ മെസ്സിയാണ്. ഏറ്റവും അധികം വേൾഡ് കപ്പുകളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ പെലെയൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ അങ്ങനെയുള്ള പല അളവുകോലുകൾ വെക്കുമ്പോൾ വ്യത്യസ്ത റിസൾട്ടുകൾ വരും. എന്നാൽ ഇപ്പോൾ 442 100 താരങ്ങൾ, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം താരങ്ങളുടെ 100 താരങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നു. അതിൽ ടോപ്പ് 10 നമ്മൾ നോക്കുകയാണ്. ഗോട്ട് എന്ന രൂപത്തിൽ അവർ ഒന്നാം സ്ഥാനത്ത് കാണുന്ന ആരെയാണ്? 10 പേരുടെ മാത്രം ലിസ്റ്റ് നമ്മൾ നോക്കുകയാണ്, കാരണം 100 പേരുടെ ലിസ്റ്റ് വളരെ ലെങ്തി വീഡിയോ ആയി പോകും. അപ്പോൾ അതിൽ 10ാം സ്ഥാനത്ത് അവർ കൊടുക്കുന്നത് വാൻ ബാസ്റ്റനെയാണ്. നമ്പർ 10 വാൻ ബാസ്റ്റൻ ആണെങ്കിൽ 9ാം സ്ഥാനത്ത് അർജൻറ്റീൻ താരം, പിന്നീട് സ്പാനിഷ് താരമായി മാറിയ ആൽഫ്രെഡോ ഡി സ്റ്റെഫാനോയാണ്. ഇതിഹാസ താരം സ്റ്റെഫാനോക്ക് 9ാം സ്ഥാനമാണ്. 7ാം സ്ഥാനത്ത് ജർമ്മൻ ഇതിഹാസം ഫ്രാൻസ് ബെക്കൻ ബോവറാണ്. ബെക്കൻ ബോവർ 8ാം സ്ഥാനത്ത് വരുമ്പോൾ 7ാം സ്ഥാനത്ത് സിനദിൻ സിദാൻ, ഫ്രാൻസിൻ്റെ ഇതിഹാസ താരം, അവരെ വേൾഡ് കപ്പിലേക്ക് കൊണ്ടുപോയ താരം. 98 വേൾഡ് കപ്പ് ഫൈനലിൽ ഇരട്ട ഗോളുകളൊക്കെ ഓർമ്മയില്ലേ? അതിനുശേഷം 2006 വേൾഡ് കപ്പിൽ അദ്ദേഹത്തിൻ്റെ മാജിക്ക് കണ്ടു. പക്ഷേ ഫൈനലിൽ ആ മദ്രാസിയുടെ നെഞ്ചത്തിടിച്ച് അദ്ദേഹം മടങ്ങിപ്പോയത് ആരാധകർ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പോലും അദ്ദേഹം ചാമ്പ്യൻസ് ലീഗിൽ അടക്കം വണ്ടർ ഗോളൊക്കെ നേടി അത്ഭുത പ്രതിഭാസമാണ്. സിനദിൻ സിദാൻ 7ാം സ്ഥാനത്ത്. 6ാം സ്ഥാനത്ത് വരുന്നത് റൊണാൾഡോയാണ്. യെസ്, ബ്രസീലിയൻ റൊണാൾഡോ. പലരും ഒറിജിനൽ റൊണാൾഡോ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ടല്ലോ. സോ റൊണാൾഡോ നസാരിയോ ഫിഫ വേൾഡ് കപ്പിൽ അദ്ദേഹം 2002 മുത്തമിട്ടു. 98 വേൾഡ് കപ്പിൻ്റെ ഫൈനലിലേക്ക് ടീമിനെ കൊണ്ടുപോയ ആളാണ്. ആ വേൾഡ് കപ്പിലെ ഗോൾഡൻ ബോൾ അദ്ദേഹത്തിനായിരുന്നു. 2002 വേൾഡ് കപ്പിൽ ഗോൾഡൻ ബൂട്ട് അദ്ദേഹത്തിനായിരുന്നു. ബാലൻഡ്യൂർ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം, 2 തവണ നേടിയ താരം, അങ്ങനെയൊക്കെയുള്ള, അതായത് ഏറ്റവും പ്രായം കുറഞ്ഞ തുടർച്ചയായി നേടിയ അങ്ങനെയൊക്കെയുള്ള റെക്കോർഡ് അദ്ദേഹത്തിനാണ്. പിന്നെ പരിക്ക് അദ്ദേഹത്തിൻ്റെ കരിയറിനെ വല്ലാതെ വേട്ടയാടി. അല്ലായിരുന്നെങ്കിൽ ഇതിനേക്കാൾ എത്രയോ ഉയരത്തിലേക്ക് അദ്ദേഹം എത്തുമായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രതിഭാവിലാസം എന്താണെന്ന് കണ്ടവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഫെനോമനൻ, പ്രതിഭാസം എന്ന് തന്നെ വിശേഷിപ്പിക്കുന്നത്. സോ നമ്പർ 6 അദ്ദേഹമാണ്. നമ്പർ 5 ക്രൈഫാണ്. യോഹാൻ ക്രൈഫ് പറഞ്ഞ് അധികം വിശേഷിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ ഈ ഡച്ച് ഇതിഹാസത്തെ. ഫുട്ബോളിന് വേറൊരു തലത്തിലേക്ക് ഉയർത്തിയ ആൾ ആ യോഹാൻ ക്രൈഫാണ് നമ്പർ 5. നമ്പർ 4 ക്രിസ്ത്യാനോ റൊണാൾഡോ. 5 ബാലൻഡ്യൂറുകൾക്ക് ഉടമയാണ്. ചാമ്പ്യൻസ് ലീഗിൽ നിരവധി തവണ മുത്തമിട്ടിട്ടുണ്ട്. വേൾഡ് കപ്പില്ല ശരിയാണ്, പക്ഷേ ദേശീയ ടീമിനോടൊപ്പം യൂറോ കപ്പും യുവേഫ നേഷൻസ് ലീഗും ഒക്കെ നേടിയിട്ടുണ്ട്. ഗോളടിയിൽ ചരിത്രം കുറിച്ചയാളാണ്. ഏറ്റവും അധികം ഗോളുകൾ നേടിയ താരമെന്ന റെക്കോർഡ് അദ്ദേഹത്തിൻ്റെ പേരിലാണ്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഏറ്റവും അധികം ഗോളുകൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഏറ്റവും അധികം കളികൾ കളിച്ച റെക്കോർഡ് അദ്ദേഹത്തിൻ്റെ പേരിലാണ്. അങ്ങനെ റെക്കോർഡുകൾ വാരിക്കൂട്ടുന്നവൻ ക്രിസ്ത്യാനോ റൊണാൾഡോ. 40ാമത്തെ വയസ്സിലും അദ്ദേഹം മിന്നിക്കത്തി മുന്നോട്ട് പോവുകയാണല്ലോ. സോ CR7 ഗോട്ട് ലിസ്റ്റിൽ 4ാമത്. 3ാമത് അർജൻറ്റീനയുടെ മജീഷ്യൻ ഡിയേഗോ മറഡോണ. അവർക്ക് 86 വേൾഡ് കപ്പ് നേടിക്കൊടുത്തയാൾ, 90 അവരെ വേൾഡ് കപ്പിൻ്റെ ഫൈനലിലേക്ക് കൊണ്ടുപോയയാൾ. അങ്ങനെ വിസ്മയിപ്പിച്ച കളിക്കാരനാണ് ഡിയേഗോ മറഡോണ. പിന്നെ അദ്ദേഹത്തിൻ്റെ കരിയർ ഉത്തേജകമരുന്ന് വിവാദവും മറ്റുമൊക്കെയായിട്ട് മറ്റൊരു തലം വേറെയുണ്ട്. എന്നാൽ പോലും അദ്ദേഹം പുറത്തെടുത്ത പ്രതിഭ പലരെയും അർജൻറ്റീന ആരാധകരാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്രത്തോളം മികവായിരുന്നു, അത്രത്തോളം തിളക്കമായിരുന്നു ആ പ്രതിഭക്ക്. 2ാം സ്ഥാനത്ത് പെലെ. 442 ഗോട്ട് ലിസ്റ്റിൽ 2ാം സ്ഥാനത്ത് പെലെ, ഫുട്ബോൾ രാജാവ് പെലെ. പലരും അദ്ദേഹമാണ് ഗോട്ടെന്ന് പറയുന്നവരുമുണ്ട്, തർക്കമില്ല. ആ കാര്യത്തിൽ അത്തരത്തിലുള്ള ചർച്ചകൾ നടത്തുന്നവരുണ്ട് എന്നതിൽ തർക്കമില്ലെന്നാണ് പറഞ്ഞത്. ഗോട്ട് എന്ന കാര്യത്തിൽ തർക്കം പലർക്കുമുണ്ട്. 3 വേൾഡ് കപ്പുകൾ നേടിയ താരം, 17ാം വയസ്സിൽ വേൾഡ് കപ്പിൽ നമ്മളെ വിസ്മയിപ്പിച്ച താരം, ഇതിഹാസ തുല്യനായിട്ടുള്ള താരം. ഒരിക്കൽ ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ തന്നെ പറഞ്ഞു, അക്കാലഘട്ടങ്ങളിൽ യൂറോപ്പിന് പുറത്തുള്ളവർക്ക് ബാലൻഡ്യൂർ കൊടുക്കുമായിരുന്നെങ്കിൽ പെലെ തീർച്ചയായിട്ടും 7 ബാലൻഡ്യൂറുകൾ സ്വന്തമാക്കിയിരുന്നേനെ എന്ന്. ഏതായാലും പിന്നീട് നൂറ്റാണ്ടിൻ്റെ ബാലൻഡ്യൂർ അദ്ദേഹത്തിന് കൊടുക്കുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ അത്ഭുത പ്രതിഭയായ പെലെ 2ാമത് വരുമ്പോൾ
ഒന്നാം സ്ഥാനത്ത് സാക്ഷാൽ ലിയോ മെസ്സിയാണ്. 8 ബാലൺ ഡിയോർ പുരസ്കാരങ്ങൾ, ചാമ്പ്യൻസ് ലീഗിലും പലതവണ മുത്തമിട്ടു, ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും അധികം കിരീടങ്ങൾ. അങ്ങനെ ഫുട്ബോളിൻ്റെ വശ്യമനോഹാരിതം മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയവൻ. പലരും അദ്ദേഹം മനുഷ്യനല്ല ഏലിയനാണ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. പ്രപഞ്ചത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരമെന്ന് എത്രയോ ഫുട്ബോൾ എക്സ്പേർട്സ് വിശേഷിപ്പിക്കുന്ന, എത്രയോ ആരാധകരുടെ ഇടനെഞ്ചിൽ ഇടം പിടിച്ച അതേ ലിയോ മെസ്സിയാണ് ഗോട്ട് ലിസ്റ്റിൽ ഇപ്പോൾ 442 ഒന്നാം സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ഒന്നാം സ്ഥാനത്ത് 442 പറയുന്നു. ഗോട്ടിന് മറ്റൊരു ഉത്തരമില്ല, അത് ലിയോ മെസ്സിയാണെന്ന്. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും, കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.